ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നത്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു ചെറിയൊരു ബീട്രൂട്ടാണ്. ഒരു ചെറിയ ബീട്രൂട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി നല്ല വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ഓവർ വലുപ്പമായാലും എന്താണെന്ന് വെച്ചാൽ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ മീഡിയം അല്ല, അതിനും ചെറുതാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് എന്നിട്ട് നന്നാക്കിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടണം. നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയും ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ പെട്ടെന്ന് ആവും. എന്തായാലും കുക്കറിൽ വിസിലടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുക്കറിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലടിച്ചിട്ട് ഓഫാക്കണം. 4 വിസിൽ മതി കേട്ടോ. 4 വിസിൽ തന്നെ അത് വെന്തോളും. അപ്പോൾ 4 വിസിൽ മതി. അതിൽ വെന്ത് കഴിഞ്ഞപ്പോൾ തുറന്ന് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. നോക്കിയപ്പം ഇനി അത് നമുക്കൊരു മിക്സീൻ്റെ ഇതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ചെറിയ ജാറെടുത്താൽ മതി. ചെറിയ ജാറിലാകുമ്പോൾ നമ്മളെ ഫൈനായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. ഞാനത് ചെറുതായിട്ട് അടിച്ചുകൊണ്ട് കേട്ടോ അത്ര ആവാത്തത്. ചൂട് പോയിട്ട് വേണം കേട്ടോ അടിക്കാൻ. ചൂട് പോകുന്നതിന് മുമ്പ് അടിക്കരുതേ. അപ്പോൾ ചൂട് പോയിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് വെന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചതുകൊണ്ട് ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സെയിം കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തത്. ഇനി ഉണ്ടാക്കാൻ ബാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കുക്കറിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് 2 സ്പൂണ് റവയാണ് ഇട്ടത് കേട്ടോ. 2 സ്പൂണ് റവ അതിലേക്ക് ഇട്ട്, പിന്നെ ഞാനിത് ഒരു അങ്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പൊടിയാണ് കേട്ടോ ഇട്ടത്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ അതിൽ ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കിട്ടോ. അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡറാണ്. ഇങ്ങനെ ഒരു എല്ലാ ധാന്യങ്ങളൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ചോറൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചോളൂ. അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് അതൊന്ന് വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ബീട്രൂട്ടിൻ്റെ വെള്ളമാണല്ലോ, അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് വേവണമല്ലോ, റവ ഒന്ന് വേവാനുണ്ടല്ലോ. ആ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് പാൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അന്ന് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം. പക്ഷേ റവയാണല്ലോ, വേഗം വെന്ത് കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ബീട്രൂട്ട് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ. ഉപ്പൊന്നും ഇടാതെയാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചുമ ഉണ്ട് ചെറുതായിട്ടിട്ടു. ചെറിയ അളവിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് വേവിച്ചതാണ്. ഇനി നമ്മൾ വേവിച്ച് അരച്ച് വെച്ച ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ട് അരയ്ക്കാത്തത് കൊണ്ടാണ് അത് കണ്ടോ അതിൻ്റെ പീസൊക്കെ കാണാം അതിൽ. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ വെന്തതാണല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വെന്ത ബീട്രൂട്ട് ആയതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതൊരു വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി പല്ല് വരാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അരച്ചാൽ മതി. അത് നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തത് ഡേറ്റ്സ് പൗഡറാണ്. ഡേറ്റ്സ് ഉണക്കി പൊടിച്ച് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് എടുത്ത് വെക്കുന്നതാണ്. അത് ഹാന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എല്ലാ രാവിലെയും രാത്രി എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ ഡേറ്റ്സ് പൗഡറാണ് ഇഷ്ടം. അപ്പോൾ അത് കൊടുക്കും. പിന്നെ ഞാൻ ആഡ് ചെയ്തത് കുറച്ച് നമ്മളെ പനശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തത് ഞാൻ നമ്മളെ ഏലക്കായ പൊടിച്ചത്, അതും ആഡ് ചെയ്തിട്ട് ലാസ്റ്റിലേക്കാണ് കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം അത് ഇട്ടാൽ മതി. അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ അപ്പോൾ റെഡിയായി നമ്മളെ ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മളെ ബീട്രൂട്ട് റവ റെസിപ്പിയാണ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നും കേട്ടോ. ഇതിൻ്റെ മേലെ ഏതായാലും ഹെൽത്തി ആണല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ വീട്ടിൽ പൊടിച്ചിട്ടുണ്ട്. നട്ട്സ് പൊടിച്ചതിൻ്റെ പൗഡറാണ് മേലെ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ചും കൂടി നെയ്യും കൂടി മേലെ ചേർത്ത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഹെൽത്തി റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ.